ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡാണ് തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് 1 കപ്പ് സേമിയ അതിലേക്കിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി വറുത്ത സേമിയ പാക്കറ്റ് ലഭ്യമാണ്. അതാണെങ്കിൽ ഇങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് പാലിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഒരു 4 കപ്പ് പാല് ഇതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ 1 കപ്പ് സേമിയക്ക് 4 കപ്പ് പാല് എന്ന അളവിലാണ് എടുക്കുന്നത്. 250 ml കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒന്ന് ഇളക്കിയതിന് ശേഷം പാലൊന്ന് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാരയും മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ആവശ്യമുണ്ടെങ്കിൽ 1-2 ഡ്രോപ്സ് വാനില എസൻസ് ചേർക്കാവുന്നതാണ്, നിർബന്ധമുള്ള കാര്യമല്ല. ഇനി കസ്റ്റാർഡ് തയ്യാറാക്കി ഇതിലേക്ക് ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൊടിയിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കട്ട പിടിക്കാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കസ്റ്റാർഡ് മിക്സ് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. കസ്റ്റാർഡ് ചേർത്തതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ്. ഇങ്ങനെ കുറുകിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി ഈ സേമിയ കസ്റ്റാർഡ് ഒന്ന് ചൂടാറി വരുമ്പോൾ ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഈ തണുത്ത സേമിയ കസ്റ്റാർഡിലേക്ക് നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ആഡ് ചെയ്യാം. അതിനു മുമ്പ് ഇത് നന്നായിട്ട് തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് തണുത്ത പാല് ചേർത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം. അങ്ങനെ ലൂസാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലഭ്യമാവുന്നതിനനുസരിച്ച് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അനാറ്, മുന്തിരി, പഴം, ആപ്പിൾ ഒക്കെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിനോടൊപ്പം കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ചേർക്കാവുന്നതാണ്. ഇനി അവസാനമായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ടോപ്പിംഗ്സ് ആയിട്ട് ചേർത്തിട്ടുണ്ട്. അത് നിർബന്ധമുള്ള കാര്യമല്ല, വീഡിയോൻ്റെ ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇത് ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.